ഇന്നും ദൈവത്തിൻ്റെ സഭയിലുള്ള വിശ്വാസികളായിരിക്കുന്ന ഒരു കൂട്ടർ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത് തെറ്റായ, മോശമായ, ജഡികമായ എന്തോ ആണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണിന്ന്. പ്രത്യേകിച്ച് പ്രോസ്പെരിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ അത്തരത്തിൽ മുദ്ര കുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രോസ്പെരിറ്റിയെ പ്രസംഗിക്കുന്നു, പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് തന്നെ പലരും പറഞ്ഞ് കളിയാക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഗോസ്പൽ എന്ന് പറയുന്നതേ പ്രോസ്പെരിറ്റിയാണ്. എന്ന് വെച്ചാൽ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ പലരുടെയും കാഴ്ചപ്പാടിൽ അത് പണവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി എന്നത് വെറും പണവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നില്ല. പ്രോസ്പെരിറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ് സമ്പത്ത് അല്ലെങ്കിൽ ധനം എന്നുള്ളത്. എന്നാൽ പ്രോസ്പെരിറ്റിയെ ഇന്ന് പലരും അത് മോശമായി കാണാനുള്ള കാരണം, പലരും ദൈവവചനത്തിന് മുകളിലായി മനുഷ്യൻ്റെ കുറേ സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും എടുത്തു വച്ചത് കാരണമാണ് പലരുടെയും കാഴ്ചപ്പാടിൽ ദാരിദ്ര്യത്തെ ഗ്ലോറിഫൈ ചെയ്ത് മഹത്വീകരിച്ച് കാണുന്നത് കാണാൻ പറ്റും. അതായത് ദാരിദ്ര്യത്തിൽ കിടക്കുന്നതാണ് നല്ലത് എന്ന് പലരും പറഞ്ഞ് കാണാൻ പറ്റും. ഇത് ഒരു കാലം വരെ ദൈവസഭ രോഗത്തെ മഹത്വീകരിച്ച് കാണിച്ചിരുന്നതിന് തുല്യമാണ്. ചിലർ പറഞ്ഞുകൊണ്ടിരുന്നു, രോഗം ദൈവം തരുന്ന പരീക്ഷണമാണ്, രോഗത്തിലൂടെ ദൈവത്തെ അറിയാൻ ദൈവം തരുന്നതാണ് എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിന് വലിയ മാറ്റമുണ്ടായി. ഇന്ന് ഒത്തിരി പേര് പ്രസംഗിച്ചു, ഒത്തിരി പേര് സൗഖ്യത്തെ കണ്ടു. ഇന്നെല്ലാവരും പറഞ്ഞു തുടങ്ങി, യേശുവിൻ്റെ അടിപ്പിടാൽ സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, രോഗം ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് പ്രസംഗിച്ചു കേട്ട് അത് വിശ്വാസമായി പരിണമിച്ചപ്പോൾ ഇന്ന് ദൈവസഭ ഓൾമോസ്റ്റ് 90% വിശ്വസിക്കുന്നുണ്ട് രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല, സൗഖ്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ അതേസമയം തന്നെ ദാരിദ്ര്യത്തെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്നും ഒരു പകുതിയോളം സഭകളിലും ജനത്തിനിടയിലും കാണാറുണ്ട്. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പ്രോസ്പെരിറ്റി. ഞാൻ ആ വാക്ക് പറയാൻ കാരണം അതിന് മലയാളത്തിൽ നല്ലൊരു വാക്ക് എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വാക്കില്ലാത്തതുകൊണ്ടാണ്. അഭിവൃദ്ധി എന്നൊക്കെ പറയാം. പ്രോസ്പെരിറ്റി അല്ലെ അഭിവൃദ്ധി എന്ന വാക്ക് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോസ്പെരിറ്റിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? പ്രോസ്പെരിറ്റി നല്ലതാണോ? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നത്? ദൈവരാജ്യവുമായുള്ള ബന്ധമെന്ത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ അത് കേൾക്കാനായി പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇന്നും പലർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പലർക്കും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം, സങ്കീർത്തനങ്ങൾ 35-ാം അധ്യായം, അതിൻ്റെ 27-ാമത്തെ വാക്യം. ഈ ഓരോ വാക്യങ്ങൾ, ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചു വയ്ക്കണം. നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും വീണ്ടും വായിക്കണം. കാരണം നമ്മളൊരു സീസണിലേക്ക് കയറാൻ പോവുകയാണ്. പ്രോസ്പെരിറ്റിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സീസണിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകിയാൽ ആ മേഖലയിൽ നിങ്ങൾ സക്സസ് ആണ്. ഹല്ലേലൂയ. ഒരു മേഖലയ്ക്കകത്ത് ഇപ്പോൾ സൗഖ്യം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, രോഗം ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് 100% നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ബോധ്യമുണ്ടായാൽ, ദൈവം ഒരു ഉറപ്പ് നൽകിയാൽ, ഒരു പ്രകാശനം ലഭിച്ചാൽ, പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ രോഗത്തിന് യാതൊരു ഹോൾഡും ഉണ്ടാകത്തില്ല. ഞാനിന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മേൽ രോഗത്തിന് ഏത് നിമിഷം വരെ നിൽക്കാൻ പറ്റും ചോദിച്ചാൽ, ഇത് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് 100% ഉറപ്പോടെ, ഒരു തെല്ലിട ഒരല്പം പോലും സംശയം കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പം ബോധ്യം ഉണ്ടാവുമോ, ആ നിമിഷം മുതൽ സാത്താന്, ശത്രുവിന് നിങ്ങളുടെ മേൽ രോഗമിടാനുള്ള ഹോൾഡ് നഷ്ടപ്പെടുകയാണ്. ഇന്നും പലർക്കും ഉറപ്പില്ല, രോഗം ദൈവം തരുന്നതാണോ അത് സാത്താൻ തരുന്നതാണോ എന്ന്. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും അത്രേ. എന്നാൽ മറ്റൊരുവനുണ്ട്, ശത്രു വരുന്നത് മുടിപ്പാനും അറുപ്പാനും മോഷ്ടിപ്പാനുമാണ്. ഹല്ലേലൂയ. ഉറപ്പിച്ച് പറയണം. യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാം.
അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു വചനം പറയുമ്പോൾ യേശുവിൻ്റെ ശരീരം ഉഴവ് ചാൽ പോലെ കീറി മുറിക്കപ്പെട്ടത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ അപ്പൻ, ഈ ഭൂമിയിലെ എൻ്റെ അപ്പൻ എൻ്റെ ശരീരത്തിൽ ഒരു രോഗവും കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിന്? എൻ്റെ മകൻ്റെ മേൽ ഒരു ചെറിയ പാടുണ്ടായാൽ എനിക്ക് വിഷമമാണ്, അവൻ്റെ ശരീരത്തിൽ പോറലുണ്ടായാൽ എനിക്ക് വിഷമമാണ്. നിങ്ങൾക്കും അങ്ങനെയല്ലേ പ്രിയരെ? നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ നിങ്ങളുടെ മക്കളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടാകണമെന്ന്, ഒരു ചെറിയ അലർജി ഉണ്ടാകണമെന്ന്? ആഗ്രഹിക്കില്ല. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നല്ലവൻ മാത്രമായ നല്ലവൻ ഒരുവനേ ഉള്ളൂ എന്ന് വചനം പറയുമ്പോൾ ആ നല്ലവനായ പിതാവ് ഒരിക്കലും ആഗ്രഹിക്കില്ല തൻ്റെ മക്കളുടെ മേൽ ഒരു രോഗമോ ഒരു പ്രയാസമോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കത്തില്ല. അത് നിങ്ങളുടെ അകത്ത് 100% ഉറപ്പുള്ള ആ സെക്കൻഡ് മുതൽ നിങ്ങളുടെ ശരീര രോഗത്തിൻ്റെ അവസാനമാണ്. രോഗം വരുമ്പോൾ നിങ്ങൾ ആദ്യമേ പറയും, ഇതെൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ശരീരത്തിൽ നിനക്ക് ലീഗലി ഒരു ഹോൾഡ് ഇല്ല, ഇപ്പോൾ തന്നെ വിട്ടുമാറുക, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് എൻ്റെ ശരീരം, ഇതിനകത്ത് മറ്റൊന്നിനും ഇരിക്കാൻ കഴിയത്തില്ല. ആ നിമിഷം നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. നിങ്ങൾക്ക് പിന്നെ രോഗം നിങ്ങളുടെ ശരീരത്തോടെ നിങ്ങൾ അനുവദിക്കത്തില്ല. ഇതേപോലെ തന്നെ ഏത് മേഖലയിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഒരു വെളിപ്പാടായി മാറുമോ ആ മേഖലയിൽ പിന്നെ നിങ്ങൾ അധ്വാനിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ആ മേഖലയിൽ അനുഗ്രഹത്തെ അനുഭവിക്കും. പിന്നെ നിങ്ങൾ രോഗവുമായി മല്ലിടേണ്ടി വരത്തില്ല. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ദാരിദ്ര്യവുമായി മല്ലിടേണ്ടിയും വരത്തില്ല. ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നിങ്ങളുടെ അകത്ത് ഹൃദയത്തിനകത്ത് നിങ്ങൾ തുറന്നു കൊടുക്കാമെങ്കിൽ, അതൊരു വെളിച്ചമായി കയറുമെങ്കിൽ ഇനി നിങ്ങൾ ദാരിദ്ര്യത്തിൽ, കുറവിൽ തുടരുകയില്ല. ഒരാമേൻ പറയാവോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഒരു വചനം വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 35:27 ഞാൻ വായിക്കാം. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ. എഴുതിയാണ്, ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് സെർവന്റ്. തൻ്റെ ദാസന്റെ ശ്രേയസ്, പ്രോസ്പെരിറ്റിയിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വേർഷൻ എഴുതിയിരിക്കുന്നത് ഡിലൈറ്റ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ഹാവിങ് പ്ലഷർ ഇൻ, ഭയങ്കരമായി സന്തോഷം. അതിനർത്ഥം ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? കഞ്ഞു കുടിക്കാൻ പൈസ ഇല്ലാതെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴല്ല, നിങ്ങൾ സമൃദ്ധി പ്രാപിക്കുമ്പോൾ, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അവനത് സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ സമ്പത്ത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സമൃദ്ധിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാൻ സമൃദ്ധി പ്രാപിക്കുമ്പോൾ എൻ്റെ ദൈവം അതിൽ സന്തോഷിക്കുന്നു, അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എങ്ങനെ? എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുമ്പോൾ, അവന് സമ്പത്തുണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന പോലെ നല്ലവനായ അപ്പൻ തൻ്റെ മക്കളുടെ സന്തോഷത്തിൽ, അവരുടെ സമൃദ്ധിയിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. അവനൊരു സൈക്കോ അല്ല. സൈക്കോ ആയിട്ടുള്ള ആൾക്കാരാണ് മക്കൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഭ്രാന്തനെ പോലെ നിൽക്കുന്നത്. അങ്ങനൊരു ദൈവത്തെ അല്ല യേശുവിൽ കാണുന്നേ. ആരും അങ്ങനൊരു ദൈവത്തെ വരച്ച് കാണിക്കരുത്. ലോകത്തോട് പറഞ്ഞ് നാണം കെടരുത്. അയ്യോ, ഇങ്ങനെ കീറിപ്പറഞ്ഞ് കിടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതോ ഒരു ദുഷ്ടനായ ദൈവമാണ്. എൻ്റെ ദൈവം നല്ലവൻ മാത്രമാണ്. അവൻ നല്ലത് മാത്രം നൽകുന്ന ദൈവമാണ്. ലോകത്തോട് ക്രിസ്ത്യാനിറ്റി എന്ന മതം പഠിപ്പിച്ചു, ഓ നിന്റെ ദാരിദ്ര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദാരിദ്ര്യം നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ദരിദ്രരെല്ലാം ദൈവമായി നല്ല ബന്ധമുള്ളവരാണ്. ബൈബിൾ പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വരും നമ്മൾ നിമിഷങ്ങളിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഈ പ്രോസ്പർ എന്ന വാക്ക്, പ്രോസ്പെരിറ്റി എന്ന വാക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ നമുക്ക് അത് യോഹന്നാൻ്റെ 3-ാം ലേഖനം 3 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ട ഗായോസ് എന്ന മൂപ്പന് യോഹന്നാൻ എഴുതുകയാണ്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും. ആ സുഖമായും എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഷൻ, മലയാള വേർഷൻ എഴുതിയിരിക്കുന്നത് ആരോഗ്യവാനായി. സമകാലിക വിവർത്തന വേർഷനിൽ എഴുതിയിരിക്കുന്നത് ആരോഗ്യവും അഭിവൃദ്ധിയുമുള്ളവനായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിന്റെ ആത്മാവ് എങ്ങനെ
ദൈവമായി ചേർന്ന് അഭിവൃദ്ധിയിരിക്കുന്നുവോ അതുപോലെ നീ ആരോഗ്യവാനായും സമൃദ്ധിയുള്ളവനായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ സ്നേഹിതൻ എന്ന് വിളിപ്പേരുള്ള യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നടന്ന് അവൻ്റെ ഹൃദയം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം നിൻ്റെ സുഖവും ശുഭവുമായ ജീവിതമാണ്. ഹല്ലേലൂയ. നിങ്ങളാരും തെറ്റിദ്ധരിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ സമൃദ്ധിയും അഭിവൃദ്ധിയുമാണ്. യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്, നീ സുഖമായും ശുഭമായും ഇരിക്കണം. അവിടെ ഇരിക്കുകയാണ്, Beloved, I pray that you may prosper in all things. എല്ലാറ്റിലും നീ പ്രോസ്പർ ആവണം. ഹല്ലേലൂയ. എല്ലാറ്റിലും എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? എല്ലാറ്റിലും, സകലത്തിലും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല. എനിക്കറിയാം, നൂറുകണക്കിന് ഡോളർ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിട്ടും അവരുടെ ആരോഗ്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ബന്ധങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ ഭൂമിയിലുണ്ട്. അവർ പ്രോസ്പർ അല്ല. യഥാർത്ഥ പ്രോസ്പെരിറ്റി എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന പോലെ ഓൾ തിങ്സ്. നിൻ്റെ ആരോഗ്യത്തിൽ നീ പ്രോസ്പർ ചെയ്യണം, നിൻ്റെ ബന്ധങ്ങളിൽ നിനക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവണം, സമ്പത്തിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവണം. തീർച്ചയായും സമ്പത്തിൽ നീ പ്രോസ്പർ ആവണം. എല്ലാ മേഖലയിലും നീ സ്പിരിച്വലിയും പ്രോസ്പർ ചെയ്യണം. എല്ലാ മേഖലയിലും നീ പ്രോസ്പർ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ എല്ലാ മേഖലയിലും പ്രോസ്പർ ആവണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, നീ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അടുത്ത വാക്യം എഴുതിക്കുന്നത്, എന്നാൽ നീ എല്ലാറ്റിലും അഭിവൃദ്ധി പ്രാപിക്കും. യു ഷാൽ പ്രോസ്പർ. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നീ ദരിദ്രനാകുമെന്നല്ല, നീ സകലത്തിലും പ്രോസ്പെരിറ്റി ഉണ്ടാകും. സങ്കീർത്തനക്കാരൻ 1-ാമത്തെ അധ്യായത്തിൽ എഴുതുകയാണ്, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. അവൻ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹമുണ്ടാകും. ഹല്ലേലൂയ. അനുഗ്രഹം നമ്മുടെ പോഷനാണ്. സമൃദ്ധി, അഭിവൃദ്ധി നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ എല്ലാ മേഖലയിലെയും അഭിവൃദ്ധി ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇനി പ്രോസ്പെരിറ്റി മോശമാണെന്ന് പറയുന്ന ആ ചിന്തയോടെ ഞാൻ ചോദിക്കുകയാണ്, പ്രോസ്പെരിറ്റി മോശമാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി തെറ്റായ കാര്യം, ലൗകികമായ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും പ്രോസ്പർ ആകണമെന്ന്? ഈ പ്രോസ്പെരിറ്റി എന്ന വാക്കിൻ്റെ എൻ്റെ ഗ്രീക്ക് ഇരിക്കുന്ന വാക്ക് യു ഡു എന്നാണ്. യു ഡു നല്ല രസമുള്ള വാക്ക്. യു ഡു, നീ ചെയ്യൂ എന്നല്ല. അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിൻ്റെ ഗ്രീക്ക് വേർഡ് യു ഡു എന്നാണ്. അതിൻ്റെ യു എന്നർത്ഥം യു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുഡ് തിങ്സ് എന്നാണ്. എല്ലാം ഗുഡ്, എവറിത്തിങ് ഈസ് ഗുഡ്, വെൽ ഡൺ എന്നൊക്കെയാണ്. ഇനി ഈ യു ഡു എന്ന വാക്ക്, അതായത് പ്രോസ്പെരിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഫുൾ മീനിങ് എടുത്താൽ ടു ഹെൽപ്പ് ഓൺ ദ റോഡ്, സക്സീഡ് ഇൻ ബിസിനസ് അഫേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവം എന്തിനാക്കിയിരിക്കുന്നോ ആ മിഷനിൽ, നിങ്ങളുടെ യാത്രയിൽ എന്തൊക്കെ വേണമോ അത് മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ ഉണ്ടാകും. അതിനെയാണ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സമ്പത്ത് മാത്രമല്ല, സകല മേഖലയിലുമുള്ള കണ്ടിന്യൂസ് സപ്ലൈ ഫ്രം ഹെവൻ, അതാണ് പ്രോസ്പെരിറ്റി. ഇവിടെയാണ് ഏത് മേഖലയിലായാലും വിശ്വാസം എവിടെ ഉണ്ടാകുന്നത്, ആ മേഖലയിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് അറിയുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ്. വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്ത് കേൾക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുന്നത്? ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അവിടെ എഴുതിയിരിക്കുന്നത് റേമ എന്നാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ ഏത് മേഖലയിൽ കേൾക്കുമോ ആ മേഖലയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. പ്രോസ്പെരിറ്റിയുടെ മേഖലയിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുകയാണ്, ദൈവം പറയുകയാണ്, മോനെ നിന്റെ അഭിവൃദ്ധി എൻ്റെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ ശബ്ദം നിനക്ക് ആ മേഖലയിൽ ഒരു വിശ്വാസം തരും. ചില സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും. ആ മേഖലയിൽ നീ പ്രോസ്പർ ആവും. ഹല്ലേലൂയ. ചിലർ കരുതുന്നത് ഹിയറിംഗ് ദ സ്ക്രിപ്ചർ എന്നാണ്. അല്ല, വിശ്വാസം കേൾവിയാലും കേൾവി
ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. എന്ന് വെച്ചാൽ ബൈബിളിൽ എഴുതിയിരിക്കപ്പെടുന്ന തിരുവഴുത്തുകളല്ല നിങ്ങൾക്ക് വിശ്വാസം കൊണ്ടുവരുന്നത്. വിശ്വാസത്തെ കൊണ്ടുവരുന്നത് ലൈവായിട്ടുള്ള ദൈവശബ്ദമാണ്. അതായത് റേമാ വേർഡാണ്, ലോഗോസ് അല്ല. ലോഗോസ് ആണ് എഴുതപ്പെട്ട വചനം. എന്നാൽ റേമാ വേർഡ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ നീ നിൽക്കുമ്പോൾ ആ നിമിഷം ദൈവം നിന്നോട് സംസാരിക്കുന്ന വചനം നിന്റെ ഇന്നർ മേലെ നിന്ന് കേൾക്കാമെങ്കിൽ അത് നിനക്കകത്തൊരു വിശ്വാസത്തെ കൊണ്ടുവരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചു നിന്ന, പേടിച്ച് നിന്ന, തിരയെ കണ്ട് പേടിച്ച് നിൽക്കുന്ന പത്രോസിന്റെ അടുത്തേക്ക് ഒരു റേമാ വേർഡ് വരെയാണ്, കം, ഇറങ്ങി വാ. ദൈവശബ്ദം ലൈവായിട്ട് ആ സെക്കൻഡിൽ കേൾക്കുമ്പോൾ എഴുതപ്പെട്ട വചനമല്ല, അപ്പോൾ കേട്ട ആ റേമാ വേർഡ് പത്രോസിനകത്ത് ഒരു ബലം കൊടുത്തു, ഒരു വിശ്വാസം കൊടുത്തു. നെക്സ്റ്റ് മൊമെന്റിൽ പത്രോസ് ആ ബോട്ടിൽ നിന്ന് കാല് പുറത്തേക്ക് വെച്ചു. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനമല്ല, കേട്ട വചനം. എഴുതപ്പെട്ട വചനം നിങ്ങളെ കൂടുതലായി ദൈവശബ്ദം കേൾക്കുവാനായി സഹായിക്കും. ലോഗോസ്, നിങ്ങൾ എഴുതപ്പെട്ട വചനം എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്യുമോ അത്രത്തോളം നിങ്ങൾക്ക് റേമാ വേർഡ് കേൾക്കാൻ പറ്റും. റേമ എന്ന് വെച്ചാൽ ലൈവ് വേർഡ്. വചനം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ലൈവായി ദൈവശബ്ദം കേട്ടുകൊണ്ടാൽ നിനക്ക് ആ ശബ്ദം, ആ വചനമായി തന്നെ ജീവിപ്പിക്കാൻ. പത്രോസ് യേശുവിൻ്റെ ശബ്ദം, കം എന്നുള്ള വരാൻ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്തൊരു വിശ്വാസം വന്നു, ഫെയ്ത്ത് വന്നു. അതുവരെ പേടിച്ചു നിന്ന പത്രോസ് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. ഫിനാൻഷ്യലിൻ്റെ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ എവിടെയൊക്കെ പതറി നിൽക്കുന്നോ, എവിടെ സ്റ്റെപ്പ് എടുക്കാൻ മടിച്ച് നിൽക്കുന്നോ, അവിടെ ദൈവശബ്ദം കേട്ടാൽ നെക്സ്റ്റ് മൊമെന്റിൽ നീ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. ആ മേഖലയിൽ വലിയൊരു ബ്രേക്ക് ത്രൂ നീ കാണും. ഏത് മേഖലയിലായാലും ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ് നിന്റെ വിശ്വാസത്തിൻ്റെ ബേസ്. വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് നീ ചെയ്യരുത്. ദൈവവചനത്തിൽ എന്ത് വെളിപ്പെട്ടിരിക്കുന്നോ അതനുസരിച്ച് നീ ചെയ്യണം. ദൈവവചനത്തിൽ കണ്ടാൽ നീ ധൈര്യമായി ചെയ്തോളാം. വേറെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് കോപ്പി ചെയ്യാനല്ല നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനർത്ഥം നിങ്ങൾ പ്രോസ്പർ ആവണമെങ്കിൽ, ഇതിനെ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ പ്രോസ്പർ ആവണമെങ്കിൽ, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ 100% ഒരു തെല്ലും സംശയമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. നിങ്ങളുടെ ഹൃദയം മൂവ് ചെയ്യണം. എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ അഭിവൃദ്ധി. ഇത് വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അനുഗ്രഹത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. എങ്ങനെയാണോ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇതും. ദാരിദ്ര്യം ഒരു ശാപമാണ്. ഉറക്കപ്പറ, ദാരിദ്ര്യം ഒരു ശാപമാണ്. വചനം പറയുന്നത് ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ക്രൂശിൽ വഹിച്ചു. അവൻ പൂർണ്ണ ദരിദ്രനായി മാറിയത് എന്നെ സമ്പന്നനാക്കുവാൻ. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. എന്നിട്ടോ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ നമ്മളിലേക്ക് നൽകി. ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഇതൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മൈൻഡ് സെറ്റാണ്. ഇന്നലെ വരെ എങ്ങനെയെങ്കിലും ദരിദ്രനായി അങ്ങ് ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്നുള്ള മൈൻഡ് സെറ്റ് മാറി ഞാൻ രാജാതി രാജാവിൻ്റെ മകനാകിയാൽ അവൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് അവൻ്റെ ലൈഫ് അനുസരിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം വരേണ്ടത്. സമ്പത്തുണ്ടായത് കൊണ്ട് ആ മൈൻഡ് സെറ്റ് വരണമെന്നില്ല. സമ്പത്തുണ്ടായാലും അയ്യോ തീർന്നു പോകുമെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. എന്നാൽ ദാവീദിനെ പോലെ ദാവീദ് പറയുകയാണ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കാരണം എന്താണ്? അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ്റെ അഭിഷേകം എൻ്റെ മേലുള്ളത് കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു കുറവ് ഉണ്ടാകത്തില്ല. അത് നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടേയിരിക്കും. മൈ കപ്പ് റൺസ് ഓവർ. അത് നിറഞ്ഞു കവിയുകയാണ്. അയ്യോ തീർന്നു പോകുമോ എന്നുള്ളത് അടിമകളുടെ അല്ലെങ്കിൽ അടിമയുടെ മൈൻഡ് സെറ്റ് ഉള്ളവൻ്റെ ചിന്തയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മകൻ്റെ ചിന്ത എന്താണ്? തീർന്നു പോകുന്നല്ല, എൻ്റെ കപ്പ് നിറഞ്ഞു കവിയും. ഇതൊരു മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം വരേണ്ടത്. അല്പ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രോസ്പർ ആവണമെന്നില്ല. പ്രോസ്പെരിറ്റിയുടെ ഭാഗമാണ് സമ്പത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ. എങ്ങനെ ഈ മൈൻഡ് സെറ്റ് ഉണ്ടാവും? ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ വചനം നിന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ സമ്പത്ത്, നിന്റെ അനുഗ്രഹം, നിന്റെ അഭിവൃദ്ധി ദൈവത്തിൻ്റെ ഇഷ്ടമാണ്.
ഇത് ഹൃദയത്തിനകത്ത് ആദ്യം ഉറയ്ക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഒരു വചനം വായിക്കാം. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതിൻ്റെ 2-ാമത്തെ ഭാഗം, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. അവിടെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്നത് വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഷാൽ പ്രോസ്പർ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പുഷ്ടി പ്രാപിക്കും, അവൻ അഭിവൃദ്ധി പ്രാപിക്കും. ആമേൻ. ഇവിടെ ഒരിടത്തും പറഞ്ഞില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആദ്യം ദാരിദ്ര്യത്തിൽ കടന്നു പോകും. വചനം പറയുക അവനിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കും. ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. ഉറക്കെ പറ, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. ഇതുവരെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ബ്രേക്ക് ആവട്ടെ. വായ് കൊണ്ട് തന്നെ പറയണം, അയ്യോ ഞാൻ ദാരിദ്ര്യത്തില്ല, എല്ലാം കുറവാ, എല്ലായിടത്തും കുറവാ. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം അവസാനിക്കട്ടെ. നമ്മൾ തിരിച്ചു പറയാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ചോദിക്കും, ഒന്നുമില്ലെങ്കിലും വെറുതെ പറഞ്ഞാൽ മതിയോ? പറഞ്ഞാൽ മതി. കാരണം ഈ കാണുന്നതെല്ലാം പറഞ്ഞുണ്ടാക്കിയതാ. ഹലോ, നമ്മുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല, ഈ കാണുന്നത് മുഴുവൻ പറഞ്ഞുണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ മേശരെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിയെന്നല്ല, വാക്കുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ശരിയല്ലേ? ഉണ്ടായി വന്നു. നമ്മളെ മാത്രം അങ്ങനെ ചെയ്തില്ല. കാരണം നമ്മൾ വീണ്ടും പറഞ്ഞുണ്ടാക്കേണ്ടവരാ. നമ്മളതുകൊണ്ട് പറഞ്ഞല്ല ഉണ്ടാക്കിയത്, അതിൽ നമ്മളെ മെനഞ്ഞുണ്ടാക്കിയതാണ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ അവൻ്റെ ശ്വാസത്തെ വെച്ചിട്ട് പറഞ്ഞു, നീ ഇനി പറഞ്ഞുണ്ടാക്കിയോ. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ സ്വഭാവം തന്നു. അവൻ പറഞ്ഞു സൃഷ്ടിക്കുന്നവനാകിയാൽ നമ്മളും പറഞ്ഞു സൃഷ്ടിക്കുന്നവരാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ ഒന്നുമില്ല, കുറവാ, ആകെ ഉള്ളത് ജപ്തി നോട്ടീസാ, ആകെ ഉള്ളത് കുറെ കടത്തിൻ്റെ അവസ്ഥകളാ. ഇന്ന് മുതൽ പറയണം, എനിക്ക് സമ്പത്തുണ്ടാവും. എല്ലാം കിട്ടി, എല്ലാം നിറഞ്ഞപ്പോഴല്ല ദാവീദ് ഇങ്ങനെ പാടിയത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ല. ആട്ടിടയനായിരിക്കുമ്പോഴാ പാടുന്നേ, യഹോവ എൻ്റെ ഇടയനാണ്, എൻ്റെ ഷെപ്പേർഡാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകും. ഒരു മൈൻഡ് സെറ്റാണ്. എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ പ്രൊവിഷൻ വരുന്നേ? എൻ്റെ ദൈവത്തിൽ നിന്നാണ്. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആരോടാ പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇനി അങ്ങോട്ടുള്ള വരുന്ന സമയത്ത് അത് പറയാം. അപ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഒരാളുള്ള തുടർമാനമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ ആണ് പ്രോസ്പെരിറ്റി. അതിനൊരു കുറവുണ്ടാകത്തില്ല, അതിന് ഒരു ഡിലേ ഉണ്ടാകത്തില്ല, അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതായിരിക്കും. അപ്പോൾ പ്രോസ്പർ ആവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവം നമ്മുടെ സോഴ്സ് ആവണം. ഈ ഭൂമിയാണ് ഭൂമിയിലുള്ള ആരെങ്കിലുമോ എന്തെങ്കിലുമാണ് നമ്മുടെ സോഴ്സ് എങ്കിൽ ഈ കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ ദാവീദ് പറയാണ്, ദൈവം എൻ്റെ ഇടയനാകിയാൽ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. ഒരാടിന് എന്തൊക്കെ കിട്ടും കിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത് ആടല്ല, ആടിൻ്റെ ഇടയനാണ്. ആടെവിടെ പോകണം, ആടെന്ത് ഭക്ഷിക്കണം, ഇന്നെന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നന്നായിട്ടത് ദാവീദിനറിയാം. തൻ്റെ ആടുകളൊക്കെ താൻ കൊണ്ടുപോകുന്ന രീതി എല്ലാം ദാവീദിനറിയാം. അതേ ഭാഷയിലാണ് ദാവീദ് പറയണേ, ഞാൻ എവിടെ പോകുന്നതൊക്കെ എൻ്റെ ദൈവം തീരുമാനിക്കും, എന്നെ അവൻ നടത്തും, കൂരിൽ പാതകൾ നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, എൻ്റെ കൂടെ ഇരിക്കും, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദാവീദ് തൻ്റെ ഫ്യൂച്ചറിനെ, തൻ്റെ ഭാവിയെ യഥാർത്ഥമായി പറഞ്ഞുണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. തൻ്റെ പ്രവചനങ്ങൾ കാണാൻ പറ്റും. പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതുകയാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതുകയാണ്, ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. പക്ഷെ ദാവീദ് പ്രവചിച്ചത് എന്താണ്? കൂടുതലും തൻ്റെ ലൈഫിനെ കുറിച്ചും പിന്നെ മശിഹായെ കുറിച്ചും ഒക്കെ പ്രവചിച്ചു. സങ്കീർത്തനങ്ങൾ മുഴുവൻ ദാവീദിൻ്റെ പ്രവചനങ്ങളാണ്. ദാവീദ് പാടുകയാണ്, ആത്മാവിൽ പാടുകയാണ്, ഞാൻ എൻ്റെ ദൈവം എൻ്റെ ഇടയനാകിയാൽ എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. നാളേക്ക് വേണ്ടി നാളുകളെ നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാം. നിങ്ങൾക്ക് പറയാം, എൻ്റെ ദൈവം എൻ്റെ സോഴ്സാണ്, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. അപ്പോൾ അടുത്ത ഇതിലേക്ക് വരാം. ഇപ്പോൾ മനസ്സിലായി, ഈ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഇനി
ചിലർ പറയും സമ്പത്തുണ്ടായ കറപ്റ്റായി പോകും, സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ ഞാൻ മോശമായി പോകും, സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചീത്തയായി പോയി, ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകും. അപ്പോൾ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ സമ്പന്നനായിരുന്നല്ല, ബഹുസമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. നിന്റെ കൂടെ ഉണ്ടോ? അബ്രഹാം എന്തിലൊക്കെയാണ്? കന്നുകാലി, വെള്ളി, പൊന്ന് എന്നിവയിൽ മഹാസമ്പന്നനായിരുന്നു. ഇനി അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിൻ്റെ ദാസൻ പോയി അടുത്ത നാട്ടിൽ പോയി പറയുന്ന ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. ഉൽപ്പത്തി 24-35. അവിടെ അബ്രഹാമിൻ്റെ ദാസൻ പോയി അബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവൻ ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പോ അബ്രഹാമിനെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അബ്രഹാമിന് എന്തൊക്കെ ഉണ്ടായി? അവൻ മഹാനായി തീർന്നു. ഒരു വ്യക്തി മഹാനായി തീർന്നു. അതിനോടൊപ്പം എന്തൊക്കെ ഉണ്ടായി? അവൻ ആട്, മാട്, പൊന്ന്, വെള്ളി. ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ബെൻസ് കാർ, ലംബോഗിനി അല്ലെങ്കിൽ ഫ്ലാറ്റ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് സമ്പത്ത് കളഞ്ഞിരുന്നത് ആടുമാടുകളാണ് കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇത്തരത്തിൽ ബ്ലസ്ഡ് ആണ് എന്ന് സാക്ഷ്യം പറയുക. എന്ന് ഞാൻ എൻ്റെ ചോദ്യം, ഈ അബ്രഹാം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടു, ഈ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ കൂട്ടുകാരനെന്നാണ്. നിങ്ങൾക്കറിയാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ സുഹൃത്തായ, എൻ്റെ കൂട്ടുകാരനായ അബ്രഹാം എന്നാണ്. അബ്രഹാം പറയല്ല ദൈവം എൻ്റെ കൂട്ടുകാരനല്ല, ദൈവം പറയാണ് അബ്രഹാം എൻ്റെ കൂട്ടുകാരൻ. ഇന്നത്തെ ആളുകൾ പറയുവാണ് സമ്പത്തുണ്ടായ ദൈവത്തിന് ഇഷ്ടമല്ല. ഇവിടെ പറയാണ് മഹാസമ്പന്നായ അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്രയും അനുഗ്രഹം ഉണ്ടായിട്ടും ഇത്രയും നന്മ ഉണ്ടായിട്ടും അബ്രഹാം കറപ്റ്റായോ? ബൈബിളിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനായി നടന്ന യോബ് എത്രമാത്രം ബ്ലസ്ഡ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. എത്ര ഉദാഹരണങ്ങൾ. എസ്തേർ രാജ്ഞിയായിരുന്നു, ദാവീദ് രാജാവായിരുന്നു, എന്തുമാത്രം അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. നെഹമ്യാവ്. ഇങ്ങോട്ട് നമ്മൾ വായിച്ചാൽ യാക്കോബ്, ജോസഫ്, ഇസഹാക്ക്, ഇവരെല്ലാവരും ബ്ലസ്ഡ് ആയിരുന്നു. ഈ ബ്ലെസ്സിങ് ഒന്നും അവരെ ഒരിക്കലും കറപ്റ്റ് ചെയ്തില്ല. എന്നാൽ വെറും 30 വെള്ളിക്കാശിന്, നിസാര പൈസയ്ക്ക് യേശുവിനെ ഒറ്റ കൊടുത്ത യൂദായെ നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം പൈസ അല്ലെങ്കിൽ സമ്പത്തല്ല മനുഷ്യനെ കറപ്റ്റ് ചെയ്യുന്നത്. സമ്പത്ത് വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് പുറത്ത് കാണാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഹല്ലേലൂയ. സമ്പത്ത് നിന്നിലേക്ക് വരുമ്പോൾ ആ സമ്പത്ത് നിന്നെ കറപ്റ്റ് ചെയ്യല്ല, നിന്റെ ഹൃദയത്തിന്റെ ആ അവസ്ഥയെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അത് സമ്പത്തായാലും അധികാരമായാലും നിന്നെ കിട്ടുമ്പോൾ നീ ആരാണെന്ന് അപ്പോഴാണ് പുറത്തു വരുന്നത്. സമ്പത്ത് അല്ല ഒരു വ്യക്തി ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതിനുണ്ട് ഒരു തെളിവായിരിക്കുന്നത്, അല്ലെങ്കിൽ അടയാളമായിരിക്കുന്നത്. സമ്പത്ത് ഒരിക്കലും അടുപ്പിക്കത്തില്ല, ദാരിദ്ര്യം ഒരിക്കലും ദൈവത്തോട് അടുപ്പിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ സൗഖ്യമായിരിക്കണം, അതുപോലെ നിങ്ങൾ സാമ്പത്തികമായും ബ്ലസ്ഡ് ആയിരിക്കണം. ഇറ്റ്സ് ഹിസ് വിൽ. അത് അവൻ്റെ ഇഷ്ടമാണ്. ഒരിക്കലും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നതുമായും ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. ഇന്ന് ചിലർക്ക് ഫേക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, അപ്പം ഞാൻ ഭയങ്കര ആത്മീയനാണ്. അത് ബൈബിളിലെ ടീച്ചിങ്ങിന് നേരെ വിരുദ്ധമാണ്. അബ്രഹാം നല്ലൊരു ആത്മീയനായിരുന്നു, ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഹി വാസ് സോ റിച്ച്. രാജാക്കന്മാർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ബ്ലസ്ഡ് ആയിരുന്നു. രാജാക്കന്മാർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ബ്ലസ്ഡ് ആയിരുന്നു അബ്രഹാം. ഹല്ലേലൂയ. സ്വന്തമായി സൈന്യം വരെ ഉള്ള ഒരാളായിരുന്നു അബ്രഹാം. യുദ്ധങ്ങളെ ജയിച്ച അബ്രഹാം. ഈ അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ ദൈവവുമായി ബന്ധമുള്ള
ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് സമ്പത്ത് വന്നാൽ അത് ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി അത് ഉപയോഗിക്കപ്പെടും. നെഹമ്യാവിൻ്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ അവൻ യെരൂശലേമിനെ പണിയുവാനായി ആ അധികാരത്തെ ഉപയോഗിച്ചു. എസ്തേറിന്റെ കയ്യിൽ അനുഗ്രഹം വന്നപ്പോൾ, അധികാരം വന്നപ്പോൾ, അവൻ തൻ്റെ ജനത്തെ വിടുവിപ്പാനായി ഉപയോഗിച്ചു. ശരിയല്ലേ? ദാവീദിന്റെ കയ്യിൽ അനുഗ്രഹം വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു. ശലോമോന്റെ കയ്യിൽ അനുഗ്രഹങ്ങൾ വന്നപ്പോൾ അവൻ ആലയം പണിയുവാനായി ചെയ്തു. അപ്പോൾ ദൈവവുമായി ബന്ധമുള്ള വ്യക്തി, ദൈവവുമായി ഹാർട്ട് റിലേഷൻ ഉള്ള വ്യക്തി, ഹൃദയപരമായ ബന്ധമുള്ള വ്യക്തിക്ക് അനുഗ്രഹം വരുമ്പോൾ അവൻ്റെ അകത്തുള്ള ആ പോസ്ചറാണ് പുറത്തു വരിക. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, നിന്റെ മേലെ അനുഗ്രഹം വരുമ്പോൾ നീ ആരാണെന്നുള്ളത് യഥാർത്ഥമായി വെളിപ്പെടും. ഞാൻ പലപ്പോഴും ഉദാഹരണമായി പറയാറുണ്ട്, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്നായി അറിയാം നിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴി നിനക്ക് ദാരിദ്ര്യം തരുന്നതല്ല, നിനക്ക് സമ്പത്ത് തന്നാൽ മതി. ഒത്തിരി ഉദാഹരണം ബൈബിളുണ്ട്. ഒരു ഉദാഹരണം പറയാം. പത്രോസിന്റെ ബോട്ടിൽ, ശീമോൻ പത്രോസിന്റെ ബോട്ടിലേക്ക് യേശു വരുമ്പോൾ അവിടുത്തെ അവസ്ഥ ഒഴിഞ്ഞ അവസ്ഥയാണ്, ശൂന്യമായ അവസ്ഥയാണ്. യേശു അവന് ഒരു ബോട്ട് നിറച്ച് മത്സ്യം കൊടുത്തു, നിറയെ മത്സ്യം കൊടുത്തു. അവൻ്റെ മനസ്സിനകത്ത് സമ്പത്തായിരുന്നു ലക്ഷ്യമെങ്കിൽ അവൻ പറയും, കർത്താവേ ഒരു ബോട്ട് കിട്ടി, നാളെയും വന്ന് ഒരു ബോട്ട് കൂടെ തരണം, ഒരു ബോട്ട് കൂടി വൈകിട്ട്, നാളെയും വൈകിട്ട് പ്രസംഗിക്കാൻ വരണം, ഈ ബോട്ടിൽ കയറണം, തിരിച്ചു പോകുമ്പം ഒരു ബോട്ട് നിറയെ നീ തരണം. അല്ലേ? ഇതാണ് ലോകപരമായുള്ള അഭിവൃദ്ധി. എന്നാൽ ആ മനുഷ്യന് ഉടനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതെനിക്ക് വേണ്ട, നീ എന്ന സമ്പത്തൊന്നും വിഷയമേ അല്ല, എനിക്കറിയാം ഈ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്, ഇതിൻ്റെ സോഴ്സ് നീയാണ്. എനിക്ക് ഈ പൈസയോ ഇന്ന് കിട്ടിയ അനുഗ്രഹമോ അല്ല, എനിക്ക് നിന്നെ വേണം. ഈ സമ്പത്തൊക്കെയും വന്നപ്പോൾ പത്രോസ് പറയാണ്, എൻ്റെ അനുഗ്രഹത്തിൻ്റെ സോഴ്സ് നീയാണ്, എനിക്ക് നീ മതി. നിത്യജീവന്റെ ഉറവ നിന്നിലുണ്ട്, നീയാണ് എനിക്ക് വലുത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ടെസ്റ്റ് ചെയ്യണം എങ്ങനെയാണ്? അനുഗ്രഹത്തെ നൽകുമ്പോൾ നീ എങ്ങനെ റിയാക്ട് ചെയ്യും? നന്മ കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? രോഗികളായിരിക്കുന്ന മിക്കവരും ഹോസ്പിറ്റലിൽ പോവും, ആരാധനയ്ക്കും പോവും. കാര്യം അവർക്ക് സൗഖ്യം വേണം. കടഭാരത്തിരിക്കുന്നവൻ ആരാധനയ്ക്ക് പോവും, അവന് ജപ്തി നോട്ടീസ് ഒഴിവാവണം. എന്നാൽ നീ സമ്പന്നത അനുഭവിക്കുമ്പോൾ, സന്തോഷത്തിൻ്റെ മൂർധന്യത അനുഭവിക്കുമ്പോൾ നീ ദൈവവുമായി ബന്ധത്തിലാണോ? നിന്റെ വീട്ടിൽ ഒരു കുറവുമില്ല, ഇപ്പോൾ നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ? അവിടെയാണ് നിന്റെ ബന്ധം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ മറന്നു പോകുന്ന കാര്യമായത്. നമുക്ക് വിഷമം വരുമ്പോൾ, ആരുമില്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് മാറൂല. അതല്ല ബന്ധം. നിനക്കെല്ലാവരും ഉള്ളപ്പോൾ, നിനക്ക് സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ഒന്നിനും കുറവില്ലാത്തപ്പോൾ, ധാരാളമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നിനക്ക് അതിലേക്കാണോ ഫോക്കസ്? അത് തന്ന ദൈവത്തിലേക്കാണോ ഫോക്കസ്? അതാണ് ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥ ടെസ്റ്റിംഗ് നടക്കുന്ന അവിടെയാണ്. പത്രോസിന് മനസ്സിലായി, ഈ കടലിൽ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒറ്റ വാക്കിന് ഈ കടലിലെ മീനിനെ ഒരിടത്ത് വിളിച്ചു കൂട്ടാൻ ഒരുവന് പറ്റിയെങ്കിൽ അവനാണ് എനിക്ക് വേണ്ടത്. ഇന്ന് കിട്ടുന്ന ലോട്ടറി അടിക്കുമ്പോഴത്തെ ഒരു അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് കണ്ടിന്യൂസ് സപ്ലൈ. അവൻ എൻ്റെ സോഴ്സ്, അവൻ എൻ്റെ ഇടയൻ, അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല. ആദ്യമുള്ള ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചാൽ, ഇന്ന് നിങ്ങൾക്ക് ഒരാവശ്യവും പ്രാർത്ഥനയ്ക്ക് പറയാനില്ല വിചാരിക്കുക. പലരുടെ മനസ്സെങ്ങനെയാണ്? പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ കുറേ ആവശ്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതല്ല, അത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഒന്നും ആവശ്യമില്ലെങ്കിലോ? ഇന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ട്, അനുഗ്രഹമുണ്ട്, നല്ല ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാം കിട്ടി. അപ്പം നാളെ തൊട്ട് പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കാൻ വിഷയമില്ലല്ലോ. പ്രാർത്ഥിക്കാൻ വേണ്ടി വിഷയം വേണ്ട, പ്രാർത്ഥന ബന്ധമാണ്. വിഷയം ഇല്ലാതിരിക്കുമ്പോഴും ബന്ധം വേണം. ആ ബന്ധത്തിൽ നടക്കുമ്പോൾ പിന്നെ നിനക്ക് പ്രാർത്ഥിക്കാൻ വിഷയമേ കാണത്തില്ല, കണ്ടിന്യൂസ് സപ്ലൈ ആയിരിക്കും. അതാണ് പ്രോസ്പെരിറ്റി. ഒരു അനുഗ്രഹത്തിൽ നിന്ന് അടുത്ത അനുഗ്രഹം, അടുത്ത ആരാധനയ്ക്ക് പോയി അടുത്ത അനുഗ്രഹം, ഇങ്ങനെ ആരാധന തോറും ചാടി ചാടി അനുഗ്രഹം വാങ്ങുന്നതല്ല പരിപാടി. കണ്ടിന്യൂസ് സപ്ലൈ. എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല, എൻ്റെ ദൈവം എൻ്റെ സോഴ്സായിരിക്കുന്നു. അങ്ങനെ ഒരു ലൈഫിലാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര
എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചു എന്നതിൻ്റെ തെളിവ് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചു, പ്രോസ്പർ ആണെന്നുള്ള തെളിവ് നമ്മുടെ കയ്യിൽ എന്തുമാത്രം സ്വത്തുവകകളുണ്ട് എന്നുള്ളതല്ല. ഇവിടെയും അബ്രഹാമിനോ അല്ലെങ്കിൽ ഇയ്യോബിനോ എത്രമാത്രം സ്വത്തുണ്ടെന്നുള്ളതല്ല അവർ പ്രോസ്പറസ് ആയ അളവ്. ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവവുമായുള്ള സാന്നിധ്യം, ദൈവം അവരുടെ കൂടെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ അളവ് നൂൽ. ഒരു വാക്യം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 39:2. ഉൽപ്പത്തി പുസ്തകം 39:2 ഒരാളത് വായിച്ചാലേ. ഉൽപ്പത്തി പുസ്തകം 39:2 വാക്യം. യഹോവ മതി. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്നാണ് മലയാളം വേർഷൻ. ആൻഡ് ഇംഗ്ലീഷ് വേർഷൻ, ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി വാസ് എ പ്രോസ്പറസ് മാൻ. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പ്രോസ്പറസ് ആയി മാറി. ദൈവം കൂടെ ഉള്ളതിൻ്റെ ഒരു തെളിവാണ് നിന്റെ പ്രോസ്പെറിറ്റി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം കൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പ്രോസ്പറസ് ആകാതെ ഇരിക്കത്തില്ല. ഇനി പ്രോസ്പറസ് ആകാതെ ഇരിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ ദൈവം കൂടെ ഇല്ലെന്നല്ല, അവിടെ ഒരു മൈൻഡ് സെറ്റാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുകയും ദൈവത്തോട് വിശ്വസ്തയോടെ നടക്കുന്ന ഒത്തിരി ദൈവവൃത്തിമാരുണ്ട് ഈ ഭൂമിയിൽ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ദൈവമായ നല്ല ബന്ധത്തിൽ വിശ്വസ്തയോടെ നടക്കുന്ന ഒത്തിരി ശുശ്രൂഷന്മാരുണ്ട്. പക്ഷെ ഇന്നും ഒരു ദാരിദ്ര്യത്തിലാണ്. കാരണം അവരുടെ മനസ്സിൽ എവിടെയോ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ഈ അനുഗ്രഹം ദൈവത്തിൽ നകറ്റും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, ഇത് ലൗകികമായതാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട്, ആ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നാൽ തിരിച്ചറിയട്ടെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജോസഫിന് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പ്രോസ്പറസ് ആയി മാറി. നിങ്ങളെപ്പോഴും പറയണം, എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ പ്രോസ്പറസ് ആയിരിക്കും. ഉറക്കെ പറ, എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ പ്രോസ്പറസ് ആയിരിക്കും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. ഇതാണ് പറയേണ്ടത്. ഇവിടെ വചനം അങ്ങനെ. ഇത് ഞാൻ ഇന്ന് പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ വായിക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വാക്യം പറയുകയാണ്, യേശു നമുക്ക് നൽകിയത് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ ജാതികളായി നമുക്ക് നൽകിയിരിക്കുന്നു. എന്താ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ആടുമാടുകൾ, സ്വത്ത്, സമ്പത്ത് എല്ലാം അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. അത് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അത് ക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ക്ലെയിം ചെയ്യണം. അതുപോലെ തന്നെ ഈ അനുഗ്രഹത്തെ നിങ്ങൾ ക്ലെയിം ചെയ്യണം. വായ് തുറന്ന് പറയണം, എനിക്ക് അബ്രഹാമിലുള്ള അനുഗ്രഹം എൻ്റെ പോർഷനാണ്. ആമേൻ. യേശു നമുക്ക് വേണ്ടി ശാപമായി മാറിയത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനാണ്. ഇനി ലാസ്റ്റ് ഒരു അവസാന ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഈ അബണ്ടൻസിൽ, സമൃദ്ധിയിൽ നടക്കാൻ കഴിയുക? ഇതൊരു വലിയ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ദൈവവചനത്തിൽ നിന്ന് ഒന്നിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് ഈ സമൃദ്ധിയിൽ നടക്കുവാനായി കഴിയുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 9:6-7 അതിൻ്റെ കീ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ കൊടുക്കരുത്, നിർബന്ധത്താലും ഒരിക്കലും കൊടുക്കരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം നീ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടില്ല സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. ബിലീവ് മീ, ബൈബിൾ നോക്ക്. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ കീയേ ഉള്ളൂ, കൊടുക്കുക. ഇത് ഇഷ്ടപ്പെടില്ല ആർക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ, വചനമാണ്. അതാണ് കീ. ഇത് നമ്മുടെ മാനുഷിക മനസ്സ് പറയും, ഓ ഇത് പുള്ളിക്കാരന് പൈസ ഉണ്ടാക്കണ പരിപാടി, നിങ്ങളുടെ ആരുടെയും പൈസ എനിക്ക് വേണ്ട. പക്ഷെ വചനം പറയുന്നു, കൊടുപ്പിൻ കിട്ടും, കൊടുപ്പിൻ കിട്ടും. ദൈവത്തിന് നമ്മുടെ പൈസ വേണോ? വേണ്ട. പക്ഷെ ദൈവത്തിന് നമ്മുടെ ഹൃദയം ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയം പൈസയോട് പറ്റിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ സമ്പത്തുമായി പറ്റിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഹൃദയം പൂർണ്ണമായി അവനെ ഫോക്കസ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓ, നിങ്ങൾക്കത് മനസ്സിലായ ഓക്കെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഇരിക്കുകയാണ്.
നിങ്ങൾക്ക് 5000 രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുമോ? ആരെയും നിങ്ങൾ വേണ്ട. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയും. ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് 1 കോടി രൂപ ഉണ്ടായിരിക്കുക, ഒരാവശ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വന്തം ബലത്തിൽ നിൽക്കും. കാരണം എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും, എൻ്റെ ഉണ്ട്. ദൈവം അപ്പോഴും നിന്നെ പറയുകയാണ്, എൻ്റെ 1 കോടി രൂപയുണ്ട്, നാളെ നിനക്ക്, ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ, 1000 രൂപ ഉണ്ട്, നാളെ നിനക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോഴുണ്ടാ ദൈവശബ്ദം കേൾക്കുകയാണ്, മോനെ 1000 രൂപ അടുത്ത വീട്ടിലെ സുഭാഷിനെ കൊണ്ട് കൊടുക്ക്. നിങ്ങളൊന്നിങ്ങനെ കേൾക്കും, സാത്താനെ പോ, ഇങ്ങനെ ചെവിയെ പിടിച്ചിട്ട് ഒന്നുകൂടി ഇരിക്കും. ഇനി ആ ശബ്ദം കേൾക്കണ്ട. അപ്പോൾ ഇപ്പോൾ പറയും, മോനെ സുഭാഷിന് 1000 രൂപ കൊടുക്ക്. വീണ്ടും പ്രശ്നമായി, വീണ്ടും ദൈവം സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയും, ദൈവമായിരിക്കും, ഒരു സാധ്യതയില്ല, നാളെ എൻ്റെ 1000 രൂപ ആവശ്യം ദൈവം അറിഞ്ഞുകൂടെ? വീണ്ടും പറയണം കൊടുക്കാൻ. അപ്പം നിന്റെ ഹൃദയത്തിനകത്ത് വലിയ സമാധാനത്തിൽ ദൈവം നിറച്ചിട്ട് പറയുകയാണ്, നീ കൊടുക്ക്, ഞാനാണ് നിന്റെ സോഴ്സ്. ആ സമയം നിന്റെ ഹൃദയം ആ പൈസ എന്നുള്ള പിടിയങ്ങ് വിട്ടിട്ട് അവനെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നീ ജയിച്ചു. കാരണം നീ പറയുകയാണ്, എൻ്റെ പൈസ അല്ല എൻ്റെ അടിസ്ഥാനം, എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ്, അവനാണ് എൻ്റെ സോഴ്സ്. ഹീ ഷാൽ പ്രൊവൈഡ്, അവൻ തക്ക സമയത്ത് തരും. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ ദൈവം അവൻ കരുതിയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ആശ്രയം ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും ആകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ദൈവം ഭയങ്കര ഈഗോയിസ്റ്റിക് ആയതുകൊണ്ടല്ല. നിങ്ങൾ എന്തിനാശ്രയിക്കുമോ അത് നിങ്ങളെ കൺട്രോൾ ചെയ്യും, അത് നിങ്ങളെ കൺട്രോൾ ചെയ്യും. പണത്തിനെ അധികമായി ആശ്രയിച്ചാൽ പണം നിങ്ങളുടെ യജമാനനും നിങ്ങളുടെ ദാസനുമാണ്. പണം നിങ്ങളെ കൺട്രോൾ ചെയ്യും. നീ എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് തിന്നണം എന്നൊക്കെ പണം തീരുമാനിക്കും. എന്നാൽ പണത്തോട് നീ പറയാണ്, പോടാ പോ, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ദൈവം കൊടുക്കാൻ പറയുമ്പോൾ വാരി വാരി ധാരാളമായി കളയുന്നവനല്ല, വിതയ്ക്കുന്നവൻ. ദൈവം ഈ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല വിതയെന്ന. എന്ന് വെച്ചാൽ വിതയെന്ന് പറയണത് കൈയിരിക്കുന്ന തിന്നാൻ വച്ചിരിക്കുന്ന നെല്ലായിരിക്കും. പക്ഷെ ദൈവം പറയണം, നീ ഈ ഉരുപിടി നെല്ലിനെ വാരി വിതയ്ക്ക്, അതൊരു വലിയ കൊയ്ത്തായിട്ട് തിരികെ നിന്റെ കൈ തന്നെ വരും. ഇതാണ് ഇവിടെ ഇതിരിക്കുന്നത്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. നമ്മുടെ ഈ ലോകത്തിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കും തോറും കുറയും. എന്നാൽ വചനം പറയുന്നത്, സദൃശവാക്യം പറയാണ്, ഒരുവൻ എത്ര കൂട്ടി വെച്ചിട്ടും ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു വാരി വിതറി കൊടുക്കുന്നു, അവനൊന്നും കുറയുന്നുമില്ല. അതിനർത്ഥം ബൈബിൾ പഠിപ്പിക്കുന്നു, കൊടുക്കും തോറും നീ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതൊരു തിയറി അല്ല. ആരെങ്കിലും കൊടുക്കുന്ന കണ്ടിൽ കൊടുക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് 100% ദൈവവചനം ഉറപ്പിക്കുകയാണ്, നീ കൊടുക്ക്, നീ വർദ്ധിക്കും. കൊടുക്ക്, നീ വർദ്ധിക്കും. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഇല്ലായ്മയിൽ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത യേശു തന്നെ പറഞ്ഞു. ഒരമ്മ കൊണ്ട് തൻ്റെ കയ്യിലുള്ള ചെറിയ തുട്ടുകൾ കൊണ്ടിട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ എല്ലാവരെക്കാളും ഇവൾ അധികം കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ രാവിലെ പോയി പള്ളിയുടെ അടുത്ത് നിന്ന് കാണിക്കയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഓരോരുത്തരിടുന്ന തുക നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പറയും, എന്തു പറയും, പൈസ നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ലിറ്ററലി അവരിടുന്ന തുകയെ നോക്കിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ദൈവം നിങ്ങൾ കൊടുക്കുന്നവനെ കാണുന്നു, അവൻ വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും കൊടുത്തു. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു യേശു നിങ്ങളെ കണ്ടപ്പം കുറച്ച് കൂടുതലൊക്കെ ഒന്ന് എടുത്ത് കുലുക്കി കയറിയിട്ടുണ്ടാവും, ഇങ്ങനെ കുറച്ച് വാരിയെ കിട്ടാവും. കാരണം യേശു കാണുകയല്ലേ, യേശുവിനൊന്ന് പ്രസാദിപ്പിക്കാം എന്ന് വിചാരിച്ച് ധാരാളമായി കൊടുത്ത ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ ഒരമ്മ ഉള്ളത് വെച്ച് കുറച്ചുകൊണ്ടു. യേശു പരസ്യമായി എല്ലാവരെയും വിളിച്ചു, വാ 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 വാ, ഈ ഇത്രയും പേര് കൊടുത്തതിൽ ഏറ്റവും വലുത് ഈ അമ്മ കൊടുത്തു. എന്ന് വെച്ചാൽ കൊടുത്ത തുകയുടെ വലിപ്പമല്ല, അവൾ തനിക്കുള്ളതിൽ നിന്ന് എല്ലാം അവൾ കൊടുത്തു. അവൾ അത്രയേ ഉള്ളൂ. അവൾ പൂർണ്ണമായും നാളേക്കുള്ളതിലും ദൈവത്തെ ട്രസ്റ്റ് ചെയ്തു. സാറഫാത്തിലെ വിധവയോട് എലിയാവ് പറയുകയാണ്, നിനക്ക് എന്തുണ്ട് അതെടുത്ത് എനിക്ക് താ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ 5 രൂപയുള്ളോ അത് കംപ്ലീറ്റ് നീ ദൈവസന്നിധി കൊടുത്തിട്ട് പോകാൻ പറയുന്നത്. നിങ്ങൾ പറയും, ഓഹ് ആ പിശുക്കനായ അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും ദുഷ്ടനായ ഒരു പ്രസംഗിക്കാൻ വന്ന ഒരാള്, പാസ്റ്റർ വിനോദ് ഭയങ്കര ദുഷ്ടൻ, അവൻ എല്ലാം പിടിച്ചു മേടിച്ചു. ഏലിയാവ് അങ്ങനെ അത്ര വലിയ ദുഷ്ടനായിരുന്നു. ഏലിയാവ് പറഞ്ഞറിയാമോ, നീ മരിക്കാൻ പോണെന്നല്ലേ പറഞ്ഞേ, നിന്റെ കയ്യിലുള്ള ആ ലാസ്റ്റ് അപ്പം ഇല്ലേ, നീ കഴിക്കണ്ട, ഇനി കൊണ്ടുപോവാ, എനിക്ക് കൊണ്ടുപോവാ. പിടിച്ചു മേടിച്ചു. എന്നിട്ട് പറയുകയാണ്,
ഇനി കലത്തിലെ മാവ് കുറയൂല, ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തുമില്ല. കാരണം നീ കൊടുത്തത് നിന്റെ അവസാന കഷ്ണം അപ്പമാണ്. നിന്റെ അവസാന കഷ്ണമാണ് നീ കൊടുത്തേ. പക്ഷെ നാളെ എന്തെന്നുള്ളത് നീ അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി കരുതും, നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ഇത് വെറുതെ പ്രസംഗിച്ച് കളയാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറയുമ്പോൾ ധൈര്യമായി കൊടുക്കണം. ഇവിടെ ആരാധന കൊടുക്കുന്നത് മാത്രമല്ല, ദൈവ ശബ്ദം നിന്നോട് സംസാരിക്കുമ്പോൾ സെന്റിമെന്റ്സ് എന്നല്ല കൊടുക്കേണ്ടേ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് കൊടുത്താൽ അത് വർദ്ധിക്കും. ഇറ്റ്സ് എ കീ. അതൊരു കീ ആണ്. ഹല്ലേലൂയ. സമ്പത്ത് ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതെങ്ങനെ ഉണ്ടാകുമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. ഒരിക്കലും ബൈബിൾ പറയുന്നില്ല സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. വചനം പറയുന്നു, നീ കൊടുക്കുക, വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായി മുഴങ്ങിക്കേൾക്കേണ്ട ശബ്ദം അത് ദൈവ ശബ്ദം തന്നെ ആയിരിക്കട്ടെ. മറ്റെല്ലാ സ്വരങ്ങളും സ്റ്റോപ്പ് ആവട്ടെ, താഴട്ടെ. പണത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ താഴട്ടെ. ഈ കൊടുക്കുന്നതിലൂടെ നമ്മൾ ഒരിക്കലും ദൈവത്തിന് കൈക്കൂലി കൊടുക്കുകയോ ദൈവത്തിൻ്റെ കരത്തെ തിരിക്കുകയോ അല്ല. ദൈവത്തിന് പൈസ ഒന്നും വേണ്ട, നിങ്ങളുടെ ആശ്രയം അവനിലാകണമെന്നും നിങ്ങൾ ഇൻഡിപെൻഡൻ്റായി ദൈവത്തിനെ മാത്രം ആശ്രയിക്കുന്നവരായി മറ്റെല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചതായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു കുഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ, ഒരു ശിശു ജനിക്കുമ്പോൾ ആ ഉദരത്തിനകത്ത് ആ കുഞ്ഞ്, അതിന് അമ്മയുടെ പൊക്കിൾ കൊടിയിലൂടെയാണ് എല്ലാ ആഹാരവും കിട്ടുന്നത്. അത് എത്രത്തോളം കാലം ആ പൊക്കിൾ കൊടിയുമായി കണക്റ്റ് ആയിരിക്കുമോ അത്രയും നാൾ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതുവഴി കിട്ടിക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ നിന്റെ സോഴ്സ് സ്വർഗവുമായി കണക്റ്റ് ആയാൽ, നിന്റെ പവർ സപ്ലൈ അവിടെ കണക്റ്റ് ആയാൽ, നിന്നിലേക്കുള്ള അനുഗ്രഹങ്ങൾ ആർക്കും തടയാൻ കഴിയത്തില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു തടാകമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തടാകം അറിയാമല്ലോ, കുളം, വെള്ളം കെട്ടിക്കിടക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ജീവജല നദികളായി ഒഴുകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഒരു ചാനലായി നിൽക്കുവാണെങ്കിൽ ഇത് വറ്റിപ്പോകത്തില്ല, ഇത് സ്റ്റോപ്പ് ആവത്തില്ല, വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് അറിയാം, നിന്റെ കയ്യിൽ ഒരു 100 രൂപ തന്നാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാണെന്ന് ഉറപ്പ് വരുമ്പോൾ നിന്നെ ദൈവം സ്വർഗത്തിൻ്റെ ചാനലായി വിശ്വസ്തനായി എണ്ണിയാൽ, ചെറുതിൽ നീ വിശ്വസ്തനെങ്കിൽ അവൻ അധികത്തിൽ നിന്നെ വിചാരകനാക്കി മാറ്റും.